തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കാൻ ഇറങ്ങിയ കോർപ്പറേഷൻ ജീവനക്കാരെ കാണാതായി. തോട്ടിലെ ഒഴുക്കിൽപ്പെട്ടു എന്ന് സംശയം. അഗ്നിരക്ഷാസേന എത്തി പ്രദേശത്ത് രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. ഹരികൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു വിവരങ്ങളുമായി. ഹരികൃഷ്ണൻ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വേണു, ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ ഈ റെയിൽവേയുടെ നിർദ്ദേശാനുസരണം കോർപ്പറേഷൻ ജീവനക്കാരനായിട്ടുള്ള മാരായമുട്ടം സ്വദേശി ജോയ് ഇവിടേക്ക് ഈ ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കാനായി ഇറങ്ങിയത്. ഈ ശക്തമായ മഴയാണ് തിരുവനന്തപുരം നഗരത്തിൽ രാവിലെ മുതൽ ഉണ്ടായിരുന്നത്. ഈ മഴയുടെ ശക്തി കാരണം തോട്ടിൽ ഒഴുക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഈ അഗ്നിരക്ഷാസേന എത്തി ഇയാളെ പുറത്തെടുക്കാനുള്ള ശ്രമം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഈ മാലിന്യ കൂമ്പാരത്തിനടിയിൽ ഇയാൾ പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 4 തൊഴിലാളികളാണ് ഇവിടെ രാവിലെ ഉണ്ടായിരുന്നത്. വൃത്തിയാക്കാനായി ഇങ്ങോട്ട് ഈ തോട്ടിലേക്ക് ഇറങ്ങിയത്. ഇതിൽ ഒരാൾ ഒഴുക്കിൽപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൻ്റെ അടിയിൽ ഇയാൾ പെട്ടു എന്ന് ആണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും അഗ്നിരക്ഷാസേന ഊർജിതമായ ശ്രമം നടത്തുകയാണ് അദ്ദേഹത്തെ തിരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഈ കോർപ്പറേഷൻ്റെ ജീവനക്കാരനല്ല, ഈ റെയിൽവേയുടെ നിർദ്ദേശാനുസരണം ഈ ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കാനായി ഇറങ്ങിയ ആളാണ് എന്നുള്ളതാണ്. രാവിലെ മുതൽ ശക്തമായ മഴയാണ് തിരുവനന്തപുരം നഗരത്തിലും മറ്റും പെയ്തുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഒഴുക്കുമുണ്ട് ഇവിടെ. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഈ ആമയിഴഞ്ചാൻ തോടിൻ്റെ 2 വശങ്ങളിലും ഈ മാലിന്യ കൂമ്പാരം വന്നടിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇത് വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇയാൾ ഇങ്ങോട്ടേക്ക് എത്തിയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം എന്ന് പറയുന്നത്. ഇതിൽ മറ്റ് 3 തൊഴിലാളികൾ കൂടിയുണ്ട്. 2 അന്യസംസ്ഥാന തൊഴിലാളികളും 2 മലയാളികളുമാണ് ഇവിടെ എത്തിയത്. ഇതിൽ ഒരു മലയാളി മാരായമുട്ടം സ്വദേശിയായ ജോയ് ആണ് ഇത്തരത്തിൽ ഒഴുക്കിൽപ്പെട്ടുവെന്ന് സംശയിക്കുന്നത്. ഇയാളെ രക്ഷിക്കാനുള്ള ശ്രമം ഇപ്പോൾ തന്നെ ഫയർഫോഴ്സ് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സംഭവം അറിഞ്ഞ ഉടനെ തന്നെ ഫയർഫോഴ്സും മറ്റ് പോലീസും നാട്ടുകാരും ഒക്കെ ഇവിടേക്ക് എത്തി അതിനുള്ള രക്ഷാശ്രമങ്ങളൊക്കെ ഊർജിതമായി തന്നെ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. റെയിൽവേയുടെ ജീവനക്കാരടക്കം ഇവിടെ എത്തി ഈ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ശക്തമായ തോട്ടിലെ ഒഴുക്കിലാണ് ഇത്തരത്തിൽ ഒരാൾ പെട്ടു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ മാലിന്യ കൂമ്പാരത്തിന് അടിയിൽ ഇയാൾ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ളതാണ് ഈ ഫയർഫോഴ്സിൻ്റെയും ഇവിടെയുള്ള മറ്റുള്ളവരുടെയും പ്രധാനപ്പെട്ട ഒരു സംശയം എന്ന് പറയുന്നത്. മറ്റു തൊഴിലാളികൾ നേരത്തെ തന്നെ രാവിലെ തന്നെ ഇയാളെ കണ്ടിരുന്നു. ഈ ശക്തമായ മഴ പെയ്ത സാഹചര്യത്തിൽ തന്നെ ഇയാളോട് ഇത്തരത്തിൽ തോട്ടിൽ നിന്ന് കയറാൻ ഇവർ ആവശ്യപ്പെട്ടെങ്കിലും ഇയാളത് കൂട്ടാക്കിയില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ വൃത്തിയാക്കാനായി ഇറങ്ങിയ സമയത്ത് പെട്ടെന്ന് ഒഴുക്കുള്ള വെള്ളം വന്നു. ഒഴുക്കുള്ള വെള്ളത്തിൽ ഇയാൾക്ക് പിടിച്ചു നിൽക്കാനായില്ല. ഇതിനടിയിലേക്ക്, ഈ മാലിന്യകൂമ്പാരത്തിന് അടിയിലേക്ക് പോയിരുന്നു എന്നുള്ളതാണ്. ഇത് നമുക്ക് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്താണ്. തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്താണ്. ഈ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഈ പ്ലാറ്റ്ഫോമിൻ്റെ അടിയിലേക്ക്, അതായത് ഈ പ്ലാറ്റ്ഫോമിൻ്റെ അടിയിൽ കുടുങ്ങിക്കിടപ്പുണ്ട്. ഈ മാലിന്യകൂമ്പാരത്തിനിടയിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സംശയം. ഏതായാലും ഫയർഫോഴ്സിൻ്റെ 4 അംഗങ്ങൾ ഇവിടേക്ക് ഇതിനകത്തേക്ക് തോട്ടിലേക്ക് ഇറങ്ങി അയാളെ ഈ മാലിന്യം വകഞ്ഞു മാറ്റി അയാളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ശക്തമായ മഴ പെയ്യുകയാണ്. ഈ മഴ പെയ്യുന്നത് ഈ രക്ഷാപ്രവർത്തനത്തിന് ഒരു പ്രതിസന്ധിയാകുന്നുണ്ട് എന്നുള്ളതാണ്. അടിയിൽ ഈ തോട്ടിൽ നല്ല ഒഴുക്കുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇരുവശങ്ങളിലും മാലിന്യം അടിഞ്ഞു കൂടിയതും ഇതിനൊരു പ്രശ്നമായിട്ടുള്ളൊരു സാഹചര്യമാണെന്നുള്ളതാണ്. ഏതായാലും ഇത്തരത്തിൽ രാവിലെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. റെയിൽവേയുടെ നിർദ്ദേശാനുസരണ പ്രകാരമാണ് അയാൾ ഇങ്ങോട്ടേക്ക് എത്തിയതും ഈ തരത്തിൽ വൃത്തിയാക്കാൻ, അതായത് ഈ തോട് വൃത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഇറങ്ങുന്നത്. ഈ മഴയ്ക്ക് മുന്നേ വൃത്തിയാക്കേണ്ടതായിരുന്നു. മഴക്കാലപൂർവ്വ ശുചീകരണവുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷൻ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഏറെ വിവാദങ്ങളിലൊക്കെ പെട്ടിരുന്നതാണ്. അത് നേരത്തെ തന്നെ വൃത്തിയാക്കേണ്ടതായിരുന്നു. പക്ഷേ ഈ 2 ദിവസങ്ങളിലായി ഈ പനി പടരുന്നതും മറ്റു കാര്യങ്ങളും കൊണ്ടൊക്കെ എത്രയും വേഗം ഇത് വൃത്തിയാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ റെയിൽവേ ഉൾപ്പെടെയുള്ളവർ ഇത്തരത്തിലൊരു വൃത്തിയാക്കാനുള്ള ശ്രമം നടത്തിയത്. അതിൻ്റെ ഇടയിലാണ് ഇത്തരത്തിൽ ഈ ഒരു തൊഴിലാളിക്ക്, ഒരു ജീവനക്കാരന് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും, ഈ ഫയർഫോഴ്സ് അംഗങ്ങൾ ഈ മാലിന്യം വകഞ്ഞു മാറ്റി ഒരു ഭാഗത്തേക്ക് മാറ്റി ഇയാളെ രക്ഷപ്പെടുത്താനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്ലാസ്റ്റിക്കും കുപ്പികളും മറ്റു കാര്യങ്ങളുമൊക്കെ ഈ തോട്ടിൽ അടിഞ്ഞു കൂടിയിട്ടുണ്ട്. അത് മാറ്റി അതിനിടയിൽ നിന്നും ആളെ രക്ഷിക്കുന്നത് ഒരു ഫയർഫോഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളി തന്നെയാണ്. പക്ഷേ എന്നിരുന്നാലും അതിനുള്ള ശ്രമത്തിലാണ് ഫയർഫോഴ്സ് അടക്കമുള്ളവർ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഫയർഫോഴ്സും പോലീസും എല്ലാം ഇവിടെ തന്നെ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല ഈ നാട്ടുകാരുടെ അടക്കം സഹായം ഇതിനു വേണ്ടിയിട്ട്
ഇവർ തേടുന്നുണ്ട് എന്നുള്ളതാണ്. ഏതായാലും രാവിലെയോടുകൂടിയാണ് ഇപ്പോഴും നമുക്ക് കാണാൻ കഴിയും വലിയ ഒഴുക്കുള്ള ഒരു പ്രദേശമാണ്. ഒഴുക്ക് ആമേഴ്ചാൻ തോട്ടിൽ നല്ല അത്യാവശ്യം വെള്ളമുണ്ട്. ആ വെള്ളത്തിൽ അത്യാവശ്യം ഒഴുക്കുണ്ട്. ഈ ഒഴുക്കിലാണ് ഇയാൾ പെട്ടത് എന്നുള്ളതാണ് പ്രധാനമായും സംശയിക്കുന്നത്. രാവിലെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ മഴ പെയ്തപ്പോൾ തന്നെ ശക്തിയായി മഴ പെയ്തപ്പോൾ തന്നെ ഇയാളോട് കരയ്ക്ക് കയറാൻ ആവശ്യപ്പെട്ടതാണ് ബാക്കിയുള്ള ജീവനക്കാരും മറ്റൊരു രണ്ടുപേർ അന്യസംസ്ഥാന തൊഴിലാളികളാണ്. ഒരു മലയാളി കൂടിയുണ്ട്. ഇവർ സംഭവ സ്ഥലത്ത് ഉണ്ട്. ഇയാൾ ഒഴുകിപ്പോകുന്നത് ഇവർ കണ്ടു എന്നുള്ളതാണ് പോലീസിനോടും ഫയർഫോഴ്സിനോടും മറ്റും പ്രധാനമായും പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഉടൻ തന്നെ ഫയർഫോഴ്സ് ഇയാളെ രക്ഷപ്പെടുത്തുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപകടകരമായ ഒരു സാഹചര്യം തന്നെയാണ്. ഇത്രയും ശക്തമായൊരു മഴ പെയ്യുന്ന സാഹചര്യത്തിൽ അത് വൃത്തിയാക്കാൻ ഇറങ്ങുന്നത് വളരെ അപകടകരമായൊരു കാര്യം കൂടിയാണ്. ഏതായാലും ഈ വലിയ മാലിന്യ കൂമ്പാരം രണ്ടുവശത്തും തോടിൻ്റെ രണ്ടുവശത്തും പുറത്തും ഇത്തരത്തിൽ വലിയ മാലിന്യ കൂമ്പാരമുണ്ട്. രാവിലെ മുതൽ തുടർന്ന ജോലിയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇതിനടിയിൽ ഈ മാലിന്യ കൂമ്പാരത്തിനടിയിൽ ഇയാൾ പെട്ടു എന്നുള്ളത് തന്നെയാണ്. അതിൽ തന്നെയാണ് ഫയർഫോഴ്സും മറ്റും ഉറച്ചു നിൽക്കുന്നത്. ഏതായാലും ആവശ്യമായ രക്ഷാ ഉപകരണങ്ങളുമായി ഇവർ ഇത് ആമേഴ്ചാൻ തോട്ടിലേക്ക് ഇറങ്ങി ഇയാളെ രക്ഷപ്പെടുത്താനുള്ള ഒരു ഊർജിത ശ്രമം നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ഓട്ടോ സ്റ്റാൻഡിലും മറ്റും നാട്ടുകാരും ഈ റെയിൽവേയുടെ ജീവനക്കാരും ഒക്കെ ഇത്തരത്തിൽ രാവിലെ രക്ഷിക്കാനുള്ള ഒരു ശ്രമമൊക്കെ നടത്തിയിരുന്നു എന്നുള്ളതാണ്. മറ്റു തൊഴിലാളികൾ ഇയാളുടെ കൂടെ ജോലി ചെയ്തിരുന്ന മറ്റു തൊഴിലാളികൾ ഇയാളെ കണ്ടിരുന്നു. ഇയാൾ ഒഴുകിപ്പോകുന്നത് കണ്ടു എന്നുള്ളതാണ് പോലീസിനോട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട വിവരം. ഏതായാലും ഹരികൃഷ്ണനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുന്നത്.